അപ്പിടാനേ 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നൊരു സ്ഥലത്താണ് എത്തിക്കണത്. അങ്ങനെ മനസ്സില്ല ഇവിടെ അങ്ങോട്ട് കാര്യം സാധിച്ചു. വേറെ നിവർത്തില്ല, പെട്ട് പോയതാണ് ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞത്. വേറെ എവിടെ ഇല്ല, ഡാർജിലിംഗിലാണ്. ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു പണി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അറിയാതെ വരുന്ന പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ വന്ന് പെട്ടതാണ്. എൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്പർ 1 റൂമിൻ്റെ കാര്യത്തിലാണ്. ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ വന്ന റൂം ഉണ്ടാവില്ല. അവർ പറയും റൂം ഫുള്ളായി റിസർവ് ചെയ്തിരിക്കണമെന്ന് പറയും. അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഓൺലൈൻ നമ്മൾ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വരെ പറയും അത് ഓഫാക്കാൻ മറന്നതാണ്, ആ പൈസ അങ്ങ് പോയി കിട്ടും. എൻ്റെ പൈസ അങ്ങനെ പോയതുകൊണ്ട് പറയുകയാണ്. റൂമിൻ്റെ വിഷയം തന്നെയാണ്. 2 ആളുണ്ടെങ്കിൽ റൂം കിട്ടുള്ളൂ, ഒരാളുണ്ടെങ്കിൽ റൂം കിട്ടില്ല. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സൂയിസൈഡ് എനിക്ക് കേരളത്തിൽ എനിക്ക് വരാൻ ആവശ്യമില്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് ചെയ്തുകൂടെന്ന് വെച്ച് അറിയും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇതും പറ്റിക്കപ്പെടും. ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളീസിന് ഇഷ്ടപ്പെടുന്ന അധികം ഫുഡ് കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. ചവമി മോമോസ് കാര്യങ്ങളൊക്കെ പടവും അതും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ പറ്റിക്കപ്പെടുന്ന ടാക്സി കയറുമ്പോൾ റേറ്റാവും, ഇവിടെ അത്യാവശ്യം വേറെ റേറ്റാവും. പിന്നെ ഇന്നലെ ഞാൻ കിടന്ന ലൊക്കേഷനാണ് ബാക്ക് കാണുന്ന ഈ റെയിൽവേ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്നവരും ഈ ഫാമിലീസൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നു. ഇവരൊക്കെ അവിടെ ഇന്നലെ സ്റ്റേ ചെയ്ത്, കാരണം റൂം കിട്ടിയില്ല. വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് വന്ന് പണി കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവം പറഞ്ഞു തരുന്നുണ്ടിട്ട് എങ്ങനെയുണ്ട്, ഏതൊക്കെയാണ് പണി കിട്ടിയെന്നറിയാല.